കാസർഗോഡ് വ്യാജ മോഷണ കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ കേസിൽ പോലീസിനെതിരെയുള്ള പരാതി അന്വേഷിക്കണമെന്ന ആക്ഷൻ കമ്മിറ്റി. വ്യാജ പരാതിയിൽ ജസീലയെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ആദൂർ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ മാനസിക സമ്മർദ്ദവും ജസീലയുടെ ആത്മഹത്യയ്ക്ക് കാരണമായെന്നാണ് ആരോപണം. വ്യാജ പരാതി നൽകിയവർക്കെതിരെ ഉടൻ കേസെടുത്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. സ്വയം ജീവനെടുക്കാൻ ആ സഹോദരിയെ പ്രേരിപ്പിച്ചത് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന അസഹനീയമായ മാനസിക പീഡനമാണ്. ആദൂർ പോലീസിൻ്റെയോ ഏത് പോലീസിൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും നിഷ്ക്രിയത്വവും നിസ്സംഗതയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നിഷ്ക്രിയത്വവും നിഷ്കങ്കതയുമാണ് ഇവരുടെ ഈ മരണത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതും അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതാണ്. അതിൻ്റെ പിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പുറത്തു കൊണ്ടുവരിക. കുറ്റക്കാർക്കെതിരെ, അതായത് ഇവിടെ മരണത്തിന് ഉത്തരവാദികൾക്കെതിരെ ഏത് തരത്തിലുള്ള നിയമപരമായിട്ടുള്ള ഏതൊക്കെ ശിക്ഷകൾ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10-14 മണിക്കൂറോളം അവൾ ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പെട്ടെന്നുള്ളൊരു ആവേശത്തിലോ അല്ലെങ്കിൽ അവിവേകത്തിലോ ചെയ്തതല്ല. അവൾക്ക് ഈ ഭൂമിയിലും ജീവിക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ അവൾ അത്രമാത്രം അപമാനിക്കപ്പെട്ടു എന്ന് ആ കുട്ടി ധരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഈ യുവതി മരിച്ചിട്ട് ദിവസം ഇത്രയായിരിക്കുന്നു. ഇതിന്മേലുള്ള പരാതിയും അവരുടെ വാട്സാപ്പ് ചാറ്റുകളടക്കം പുറത്തു വന്നതാണ്. പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ എടുക്കുന്ന സമീപനം? സ്മൃതി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മരണത്തിന് മുമ്പ് ജസീല ചിത്രീകരിച്ചിട്ടുള്ള വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. ആ വീഡിയോയിൽ താൻ നേരിട്ടിട്ടുള്ള മാനസിക സമ്മർദ്ദത്തെ സംബന്ധിച്ച്, അതായത് വ്യാജ മോഷണ പരാതി ജസീലക്കെതിരെ നൽകുന്നു. അതിലെ മാനസിക സമ്മർദ്ദം അത് ജസീലയുടെ അയൽവാസിയായിട്ടുള്ള ഒരു കുടുംബം, അവരാണ് ഈ പരാതി നൽകുന്നത്. അതോടൊപ്പം തന്നെ പിന്നീട് പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശം, അടുത്ത സുഹൃത്തിന് മരണത്തിന് മുമ്പ് അയച്ചിട്ടുള്ള ശബ്ദ സന്ദേശത്തിൽ അതിൽ തന്നെ കുറ്റക്കാരിയാക്കുന്നതിൽ ഭർത്തൃ കുടുംബത്തിനും പങ്കുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം നേരത്തെ പുറത്തു വന്ന വീഡിയോയിൽ ഈ മോഷണ പരാതി നൽകിയതിനെ തുടർന്ന് ആദൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 3 മണിക്കൂർ സമയം ചോദ്യം ചെയ്യുകയും മാനസിക സമ്മർദ്ദം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി കരഞ്ഞുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന്റെ തെളിവുകളൊക്കെ പോലീസ് ശേഖരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഈ ആരോപണ വിധേയരായവർക്കെതിരെ ഇതുവരെ കേസെടുക്കാൻ, ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതോടൊപ്പം നേരത്തെ ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കുൾപ്പെടെ ഈ കുടുംബം, ജസീലയുടെ കുടുംബം പരാതി നൽകിയിരുന്നു ഈ പോലീസിന്റെ സമ്മർദ്ദത്തെക്കുറിച്ച്. അതിലും അന്വേഷണം ഒരു കൃത്യമായ കാര്യക്ഷമമായ അതിന്റെ അന്വേഷണം നടക്കുന്നില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റി ഉന്നയിക്കുന്നത്. ഈ 2 കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നടപടി വേണം. ഒന്നാമത്തേത്, ഈ ആരോപണ വിധേയരായിട്ടുള്ള ഇവർ ഈ ജസീലയുടെ ആത്മഹത്യക്കിടയാക്കൽ, മരണത്തിനിടയാക്കിയിട്ടുള്ള അവർക്കെതിരെ കേസെടുക്കണം. അതോടൊപ്പം തന്നെ ഈ ജസീലക്ക് മാനസിക സമ്മർദ്ദം നൽകിയിട്ടുള്ള ആദൂർ പോലീസിനെതിരെ നടപടിയെടുക്കണം. ഈ 2 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. കാസർഗോഡ് MLA ആയിട്ടുള്ള എന്നെ നെല്ലിക്കുന്നാണ് ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. കൃത്യമായ നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. സ്മൃതി, അരുൺ പൂപ്പറമ്പിയാണ് വിവരങ്ങൾ നൽകിയത്.